വെൽക്കം ടു യുവർ ക്ലാസ്. ഇന്ന് നമ്മൾ ക്ലാസ് പഠിക്കുന്നത് പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷന്റെ പാർട്ട് 3 ആണെന്ന് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ സബ്ഷൽ ഇലക്ട്രോൺ വിന്യാസം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ പഠിച്ചപ്പോൾ അതിന്റെ ഇൻക്രീസിംഗ് ഓർഡർ നമ്മൾ പഠിച്ചതല്ലേ. നമുക്ക് ഒന്നുകൂടെ നോക്കാം. എന്താണ് 1s 2s 2p 3s 3p 4s 3d 4p. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, 4s is less than 3d. ഓക്കെ, 3d യേക്കാളും ചെറുതാണ് 4s. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഓരോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോഴും അത് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റിൽ ഒരു ഫിഗർ 1.2 നമുക്ക് തന്നിട്ടുണ്ട്. അത് കാണാൻ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഇൻക്രീസിംഗ് ഓർഡർ നമുക്ക് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ അതുകൂടി ഒന്ന് റെഫർ ചെയ്യുക. ഇനി നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സ്കാൻഡിയം. സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. എത്രയായിരുന്നു സ്കാൻഡിയത്തിന്റെ നമ്പർ? SC21 ആണ് സ്കാൻഡിയത്തിന്റെ നമ്പർ. അപ്പൊ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? 1s2 2s2 2p6. ഓക്കെ, 1s2 2s2 2p6. പിന്നെ എന്ത് വരും? അടുത്ത ആരാണ്? 3s2 3p6. അത് കഴിയുമ്പോൾ ഏത് വരുന്നു? ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വരുന്നത് എങ്ങനെയാണ്? 3d1 and 4s2. അപ്പൊ നിങ്ങളൊക്കെ 1s2 2s2 2p6 3s2 3p6 3d1 4s2. ഇവിടെ 3d കഴിഞ്ഞതിന് ശേഷമാണ് 4s2 വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ടെക്സ്റ്റ് പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രോൺസ് ആർ ഫീൽഡ് ഇൻ ദ സബ്ഷെൽസ് ഓഫ് സ്കാൻഡിയം ഇൻ ദ ഓർഡർ 1s2 2s2 2p6 3s2 3p6 4s2 3d1 എന്ന് നമുക്ക് പറയാം. ഇങ്ങനെയാണ് 4s2 3d1 എന്ന് നമുക്ക് പറയാം. പക്ഷേ നമ്മൾ അത് എഴുതി വരുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ അതിന്റെ ഇൻക്രീസ് ഓർഡർ ഓഫ് ഷെല്ലിന്റെ ഓർഡർ അനുസരിച്ച് എഴുതുമ്പോഴാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്. ഇത് മനസ്സിലായോ? അതുകൂടെ ഞാൻ എഴുതാം. സാധാരണയായിട്ട് നമ്മൾ ഓർഡർ ഇൻക്രീസിംഗ് ഓർഡർ അനുസരിച്ച് എഴുതി പോവുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 4s2 കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഇൻക്രീസിംഗ് ഓർഡർ അനുസരിച്ച് കറക്റ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, 4s കഴിഞ്ഞിട്ടല്ല 3d വരുന്നത്. ഇങ്ങനെ നമുക്ക് എഴുതാം. പക്ഷേ നമ്മൾ ഷെൽ നമ്പർ വെച്ച് നോക്കി കഴിയുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. 3d1 കഴിഞ്ഞിട്ട് 4s2 നമുക്ക് എഴുതാൻ പറ്റും. നമുക്കിനി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് സ്കാൻഡിയം ഒന്ന് എഴുതി നോക്കാം. നമ്മൾ നോർമൽ ഷെല്ലിന്റെ എടുത്തില്ലേ, അതെങ്ങനെയാണ് എഴുതുന്നത്? 2 8 പിന്നെ ഏതാ നമ്പർ വരുന്നത്? 9 2. മനസ്സിലായല്ലോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇങ്ങനെ എഴുതുന്നത്. സ്കാൻഡിയത്തിന്റെ എങ്ങനെയാണ് എഴുതുന്നത്? 2 8 9 2. ആഡ് ചെയ്തേക്ക് 8 + 2 10 10 + 9 19 + 2 21. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ടൈറ്റാനിയത്തിന് എഴുതി നോക്കാം. റൈറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ടൈറ്റാനിയം. ടൈറ്റാനിയത്തിന്റെ നമ്പർ എത്രയാണ്? Ti22 ആണ് ടൈറ്റാനിയത്തിന്റെ നമ്പർ. നമ്മളിപ്പോ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്കൊന്ന് എഴുതി നോക്കാം. എങ്ങനെയാണ് എഴുതുന്നത്? 1s2 2s2 2p6 3s2 3p6. ഓക്കെ, എങ്ങനെ എഴുതുന്നത്? 1s2 2s2 2p6 3s2 3p6 3d2 and 4s2 വരെ നമുക്ക് എഴുതാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കിനി വനേഡിയത്തിന് നമുക്കത് എഴുതി നോക്കാം. വനേഡിയത്തിന്റെ നമ്പർ എത്രയാണ്? V23 ആണ് വനേഡിയത്തിന്റെ നമ്പർ. വനേഡിയത്തിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 1s2 2s2 2p6 3s. ഓക്കെ, ഇപ്പൊ നമ്മള് ടൈറ്റാനിയം എഴുതി, വനേഡിയം എഴുതി. ടൈറ്റാനിയം എങ്ങനെയായിരുന്നു? 1s2 2s2 2p6 3s2 3p6 3d2 and 4s2 അങ്ങനെ എഴുതി. അതേപോലെ തന്നെ ഇവിടെ നോക്കണം, 3d2 കഴിഞ്ഞാണ് 4s2 വന്നേക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിയാൽ വനേഡിയത്തിന്റെ നമ്മൾ അതുപോലെ എഴുതി. 23 ആയിരുന്നു, ഇവിടെ 3d3 ആക്കി. 4s2 തന്നെ അതിന്റെ സെയിം അങ്ങനെ തന്നെ വന്നു. ഇനി നമ്മൾ വലിയ വലിയ നമ്പർ ഇപ്പോൾ എഴുതി പോകുമ്പോൾ നമുക്കൊരു എളുപ്പ വഴിയുണ്ട്. എന്താണെന്നറിയാമോ? While writing the subshell electronic configuration of elements which is higher atomic numbers, വലിയ വലിയ അറ്റോമിക് നമ്പേഴ്സ് വരുന്ന എലമെന്റ്സിന്റെ
സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിന് വേണ്ടിയിട്ടുള്ള എളുപ്പ വഴി എന്താണ്? ദ സിംബൽ ഓഫ് ദ നോബിൾ ഗ്യാസസ് preceding that element may be shown within square brackets followed by the electronic configuration of the remaining subshells. For example പറഞ്ഞാൽ നമുക്ക് പൊട്ടാസ്യത്തിന്റെ അറിയാം അല്ലേ? പൊട്ടാസ്യത്തിന്റെ നമുക്ക് എങ്ങനെ എഴുതാം? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പൊട്ടാസ്യം 1s2 2s2 2p6 3s2 3p6 4s1 എന്നിങ്ങനെ എഴുതാം. പൊട്ടാസ്യത്തിന്റെ നമ്പർ എത്രയായിരുന്നു? 19 ആണ് പൊട്ടാസ്യത്തിന്റെ നമ്പർ. അപ്പൊ നമുക്ക് അതിന് പറഞ്ഞേക്കുന്നതിന്റെ തൊട്ട് മുമ്പിലുള്ള നോബിൾ ഗ്യാസസ്, അതായത് നമ്മൾ ശ്രദ്ധിക്കണം, നോബിൾ ഗ്യാസ് ആണ് വേണം എടുക്കേണ്ടത്. ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, ടണോൺ. നമ്മൾ നോബിൾ ഗ്യാസ് അറിയാമല്ലോ, നമ്മുടെ പീരിയോഡിക് ടേബിളിലെ കണ്ടോ ഇങ്ങനെ കാണുന്നത് കണ്ടോ, ഇതാണ് നോബിൾ ഗ്യാസസ് പറയുന്നത്. ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, ടണോൺ എന്നൊക്കെയാണ് നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എലമെന്റ്സിന് തൊട്ട് പിന്നിലുള്ള നോബിൾ ഗ്യാസസിന്റെ നമ്പർ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തതിന് ശേഷം നമുക്ക് എഴുതാം. എങ്ങനെയാണെന്ന് ഞാൻ എഴുതി കാണിച്ചു തരാം. അപ്പൊ ഇങ്ങോട്ട് നോക്കിയേ, ഞാനിവിടെ പൊട്ടാസ്യത്തിന് എഴുതിയിട്ടുണ്ട്, ആർഗണിന്റെയും എഴുതിയിട്ടുണ്ട്. പൊട്ടാസ്യത്തിന് എങ്ങനെയാണ് എഴുതുന്നത്? 1s2 2s2 2p6 3s2 3p6 4s1 19 ആണല്ലോ. അപ്പൊ അതിൽ നിന്നും ആർഗണിന്റെ എത്രയാണ്? 18 ആണ്. അപ്പൊ ഈ 4s1 മാറുന്നു എന്നുള്ളതൊരു വ്യത്യാസം. എന്തെങ്ങനെ വന്നു? 1s2 2s2 2p6 3s2 3p6 എന്ന് വന്നു. അപ്പൊ നമുക്ക് ആർഗൺ നമുക്കറിയാം ഒരു നോബിൾ ഗ്യാസ് ആണ് നമുക്കറിയാം. അപ്പൊ ആർഗണിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിന്റെ പൊട്ടാസ്യത്തിന് എഴുതണമെങ്കിൽ ആർഗണെ നമുക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്ക്വയർ ബ്രാക്കറ്റില് ആർഗണെ കൊടുത്തതിന് ശേഷം ആർഗൺ കഴിഞ്ഞാൽ പിന്നെ ഇവിടെ വ്യത്യാസം, ഇവിടെ 4s1 ആണ് ഇവിടെ വന്നേക്കുന്നത്. ഇതിന്റെ രണ്ട് നമ്മൾ എഴുതി നോക്കി, അതിനാണ് രണ്ടും എഴുതി തന്നത്. അപ്പൊ ആർഗന്റെ എഴുതി, പൊട്ടാസ്യത്തിന് നമ്മൾ ഫുൾ എഴുതി കഴിഞ്ഞു. അങ്ങനെ എഴുതി കഴിഞ്ഞ് നമുക്ക് കഴിയുമ്പോൾ ആർഗന്റെ 18 പൊട്ടാസ്യത്തിൻ്റെത് 19 ആയിരുന്നു. അങ്ങനെ വരുമ്പോൾ എന്താണ് വ്യത്യാസം? കോൺഫിഗറേഷൻ ഇവിടെ 4s1 ആണ് ഇവിടെ കൂടുതലായിട്ട് വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് പൊട്ടാസ്യത്തിന് എഴുതാനായിട്ട് എങ്ങനെ എഴുതാം? പൊട്ടാസ്യത്തിന് നമുക്ക് ഇനി ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. K19 ആർഗൺ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തിട്ട് 4s1 എന്ന് മാത്രം കൊടുക്കുക. ബാക്കി ആർഗന്റെ അതേപോലെ തന്നെ ഇരിക്കുന്ന ഉണ്ടെന്നുള്ളതാണ് സ്ക്വയർ ബ്രാക്കറ്റിൽ നമ്മൾ ആർഗണിനെ ഇങ്ങനെ കൊടുക്കുന്നത്. ഒരു സിമ്പിൾ വേ ആണ്, ഷോർട്ട് കട്ട് മെത്തേഡ് എന്നൊക്കെ പറയും. അങ്ങനെ നമുക്ക് പൊട്ടാസ്യത്തിന് എഴുതാം. അതേപോലെ തന്നെ ഇനി വരുന്ന വലിയ വലിയ എലമെന്റ്സ് വരുമ്പോൾ അതിന് തൊട്ട് പുറകിലുള്ള നോബിൾ ഗ്യാസ് ഇത്ര മാത്രം. നമുക്ക് ഇതേ മെത്തേഡില് നിയോണിന്റെ സോഡിയത്തിന്റെ നമ്പർ എഴുതി നോക്കാം. ഇതിന് തൊട്ട് പുറകിലുള്ള നിയോൺ ആരാണ്? ഒരു നോബിൾ ഗ്യാസ് ആണ് അല്ലേ? അപ്പൊ നമുക്ക് അത് രണ്ടും കൂടെ ഒന്ന് എഴുതി നോക്കാം. നിയോണിന്റെ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? Ne എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിന്റെ നിയോണിന്റെ അത് നമുക്കൊന്ന് എഴുതി നോക്കാം. എന്നിയുടെ നമ്പർ എത്രയാണ്? 10 ആണ് അല്ലേ? നമുക്ക് എങ്ങനെ എഴുതാം? 1s2 2s2 2p6. ഇനി നമുക്ക് അടുത്തത് ആരാണ്? സോഡിയം. Na11 ആണ് സോഡിയം. സോഡിയത്തിന് നമുക്ക് എഴുതി നോക്കാം. എങ്ങനെയാണ്? 1s2 2s2 2p6 3s1. ഓക്കെ, ഇനി നമുക്ക് സിമ്പിൾ മെത്തേഡ്, ഷോർട്ട് കട്ട് മെത്തേഡിൽ നമുക്ക് എങ്ങനെ എഴുതി നോക്കാം? നിയോണിനെ സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. നിയോണിനെ കൊടുത്തു, ബ്രാക്കറ്റ് സ്ക്വയർ ബ്രാക്കറ്റ് തന്നെ വേണം കൊടുക്കാനായിട്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, നോബിൾ ഗ്യാസ് ആണെങ്കിൽ മാത്രമേ കൊടുക്കാവുള്ളൂ. പിന്നെ എന്താണ്? 3s1. ഓക്കെ, ഇനി നമുക്ക് ഒരു ടേബിൾ വന്നിട്ടുണ്ട്. ഏതാ ടേബിൾ? 1.7 നമുക്കൊന്ന് നോക്കാം എങ്ങനെയാണെന്ന്. നോക്കിയേ, നമ്മുടെ ടേബിൾ എങ്ങനെയാണ്? എലമെന്റ്സ്, സബ്ഷൻ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പൊ നമുക്ക് ആരൊക്കെ? സ്കാൻഡിയം, കാൽസ്യം, മഗ്നീഷ്യം, കോപ്പർ, സിങ്ക്, ഇത്രയാണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പൊ നമുക്കറിയാം ആർഗൺ നമുക്ക് എടുക്കാം, നോബിൾ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ആർഗണിനെ നമ്മൾ സ്കാൻഡിയത്തിന് നമ്മൾ തവണ എഴുതിയായിരുന്നല്ലോ. സ്കാൻഡിയത്തിന്റെ നമ്മൾ നന്നായിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പഠിച്ചു കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ നമുക്ക് ഇടയ്ക്കൊന്ന് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പൊ ആർഗൺ 18 ആണ്. 18 വരെ കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത്രയും തീർന്നു എന്നൊരു ബോധമുള്ളവർക്ക് പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. എങ്ങനെയാണ്? 3d1 4s2 നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അടുത്ത നമുക്ക് നോക്കണം. അതിനകത്ത് കാൽസ്യത്തിന്റെ 20 ആണ്.
അപ്പൊ 20 ആയി കഴിയുമ്പോൾ നമുക്ക് എന്തിനു യൂസ് ചെയ്യാം? ആർഗണെ യൂസ് ചെയ്യും. ആർഗണിന്റെ നമ്പർ എത്രയാണ്? 18 ആണ് ആർഗണിന്റെ നമ്പർ. മറക്കരുത് കേട്ടോ. അപ്പൊ നമ്മൾ ആർഗണെ യൂസ് ചെയ്യുവാണ്. 20 കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ 21 ആണ് നമ്മളുടെ 3D1 കൊടുത്തത്. ഇവിടെ 20 ആയതുകൊണ്ട് നമുക്ക് 18 ഇവിടെ വന്നിട്ടുണ്ട്. ഇനി 2 കൂടെ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 4s2 നമുക്ക് എഴുതാൻ പറ്റും. അടുത്തത് ഏതാണ്? മഗ്നീഷ്യം. 12 ആണല്ലേ. 12 ആയി കഴിയുമ്പോൾ നമുക്ക് ആർഗൺ എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അതിന് മുകളിലുള്ളത് ആരാണ്? നിയോൺ ആണല്ലേ. അപ്പൊ നമ്മള് നിയോണിനെ എടുത്തു. നിയോണിന്റെ നമ്പർ എത്രയാണ്? 10 ആണ് നിയോണിന്റെ നമ്പർ. ഇനി നമുക്ക് ബാലൻസ് 2 കൂടെ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 3s2. അതെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ 10 + 2 12 ആയി. അടുത്ത് വന്നിരിക്കുന്നത് കോപ്പർ. 27 ആണ്. 27 ആയി കഴിഞ്ഞാൽ നമുക്ക് ആർഗൺ എടുക്കാം. ആർഗൺ എത്രയാണ്? 18 ഇവിടെ ഫിൽ ആയിട്ടുണ്ട്. ബാക്കി ഇനി എത്ര കൂടി വേണം? 3d7 4s2. എങ്ങനെയാണ്? 3d7 4s2 നമുക്ക് എഴുതാൻ പറ്റും. ഇവിടെ 3d ഫുള്ള് കൊടുക്കാൻ പറ്റുന്നില്ല, ബാലൻസ് ആവാൻ വേണ്ടിയാണ് 4s ലാസ്റ്റ് കൊടുത്തേക്കുന്നത്. അടുത്തത് ആരാണ്? സിങ്ക് ആണല്ലേ. സിങ്ക് 30 വരുമ്പോൾ നമുക്ക് ആർഗണെ തന്നെ എടുക്കാം. ആർഗൺ 18 എടുത്തു. പിന്നെ എന്ത് ചെയ്തു? അപ്പൊ നമുക്ക് 3d ഫുള്ള് വന്നു. 3d10. പിന്നെ ആര് ബാലൻസ് എത്ര വരും? 18 + 10 28. ബാക്കി ബാലൻസ് 2 ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 4s2. ഓക്കെ. 3d10 4s2 എന്ന് വന്നു. ഒന്നുകൂടെ പറയാം. സ്കാൻഡിയം 21 ആയിരുന്നു. നമ്മൾ നോബിളായ ആർഗൺ എടുത്തു. ആർഗൺ 18 ഫീൽഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ബാക്കി 3 എണ്ണത്തിന്റെ കൂടെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ 3d1 4s2 എന്ന് എഴുതി. ഇനി അടുത്ത എന്താണ്? കാൽസ്യം ആണ്. ആർഗൺ 18 വന്നു. പിന്നെ 2ന്റെ കൂടെ ആവശ്യമുള്ളായിരുന്നു. അങ്ങനെ നമ്മൾ 4s2 എഴുതി. പിന്നെ ഉള്ളത് മഗ്നീഷ്യം. മഗ്നീഷ്യം ആയി കഴിയുമ്പോൾ നമുക്ക് അതിന് തൊട്ട് 10 ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് നിയോൺ. നിയോൺ 10 ആയതുകൊണ്ട് നിയോണെ എടുത്തു. ബാലൻസ് 2 പറഞ്ഞായിരുന്നു. അപ്പൊ 3s2 എന്ന് കൊടുത്തു. പിന്നെ 27 ആയി കഴിഞ്ഞപ്പോഴും ആർഗൺ എടുത്തു. 18 ഫിൽഡ് ആയി. പിന്നെ ബാക്കിക്ക് വേണ്ടിയിട്ട് 3d7 4s2 എന്ന് കൊടുത്തു. സിങ്കിന്റെ എന്ത് ചെയ്തു? 30 എടുത്തു. ആർഗൺ 3d10 4s2 നമ്മൾ കൊടുത്തു. ഓക്കെ. ഇനി നമ്മളോട് ചോദിച്ചേക്കാണ് പെക്യുലാരിറ്റി ഓഫ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. Write a subshell electronic configuration of chromium. ഇനി നമ്മളോട് ചോദിച്ചാണ് ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് എഴുതാം. നമ്മളിവിടെ ക്രോമിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതിയിട്ടുണ്ട്. നമുക്ക് സിമ്പിളും പറയാവുന്ന കാര്യമില്ല. നമ്മൾ സ്കാൻഡിയത്തിനൊക്കെ എഴുതിയ പോലെ തന്നെ ബാക്കി ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ എഴുതി. എങ്ങനെയാണ് എഴുതിയത്? 1s2 2s2 2p6 3s2 3p6 3d5 4s1 എന്ന് നമ്മൾ എഴുതി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഉള്ളത് സ്റ്റേബിൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം. ഇവിടെ നമുക്ക് നമ്പർ അനുസരിച്ച് നമ്മൾ സ്റ്റേബിൾ ആക്കിയിട്ട് ഇപ്പം നമ്മളിവിടെ എഴുതിയേക്കുന്നത്. നമ്മുടെ കോൺഫിഗറേഷൻ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ വരായിരിക്കും? നേരെ തിരിച്ചു വരും അല്ലേ? 4s1 ശേഷമാണ് 3d5 വന്നേക്കുന്നത്. അപ്പം നമ്മൾ ക്ലിയർ ആയിട്ട് എഴുതിയേക്കാണ്. ലാസ്റ്റ് നമുക്ക് 3d5 4s1 നമുക്ക് എഴുതാം. ഇതൊക്കെ unless and find out the reason for this from the given box. നമുക്ക് തന്നേക്കുന്ന ബോക്സിലായിട്ട് ഒരു റീസൺ പറയുന്നുണ്ട്. എന്താണ് എഴുതിയേക്കുന്നത്? The subshell can accommodate a maximum of 10 electrons. Subshell Dക്ക് എത്ര ഇലക്ട്രോൺസിനെ ക്യാരി ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്? 10 ആണ് ഡിയുടെ കപ്പാസിറ്റി. മാക്സിമം നമ്പർ ഈസ് 10. The complementary field configuration or half-filled configuration of the subshell is more stable than others. Okay, complementary field എന്ന് പറയുമ്പോൾ എത്രയാണ്? D10 ആണെങ്കിലും D5 half-filled ആണെങ്കിലും മറ്റുള്ളതിനെ അപേക്ഷിച്ച് more stable ആയിരിക്കും. മനസ്സിലായല്ലോ? D10 ആണെങ്കിലും D5 full-filled D subshell ആണെങ്കിലും half-filled D ആണെങ്കിലും അത് മറ്റുള്ള ഷെല്ലിനെ അപേക്ഷിച്ച് മോർ സ്റ്റേബിൾ ആണ്. ഓക്കെ. ബേസ്ഡ് ഓൺ ദിസ് ആറ്റംസ് വിത്ത് D4S2 നമുക്ക് ഇങ്ങനെ എഴുതാം. ഇപ്പൊ D4 കൊടുത്തിട്ട് S2 എന്ന് എഴുതാം. അല്ല നമുക്ക് എങ്ങനെ എഴുതാം? D9S2 കൊടുത്താൽ the configuration will have
some changes in the filling of electrons attain stability. നമ്മളിപ്പോൾ ഹാഫ് ഫീൽഡും അല്ല ഫുൾ ഫീൽഡും അല്ല ഇവിടെ നോക്കിയാൽ D5 D4 എന്ന് പറയുന്നത് ഹാഫ് ഫീൽഡ് അല്ല, D5 ആണ് ഹാഫ് ഫീൽഡ്. അപ്പം ഇങ്ങനെ എഴുതിയാൽ D4S2 അല്ലെങ്കിൽ D9 ഫുൾ ഫീൽഡ് അല്ലാതെ D9S2 എന്ന് എഴുതിയാലും എന്താണ്? They have some changes in the filling of electrons attain stability. ഇതിന്റെ സ്റ്റെബിലിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവുന്നു. Likewise, Fന്റെ കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണ്. Fന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? F7 ഹാഫ് ഫീൽഡ്, F7 and F14 ഫുൾ ഫീൽഡ്. അത് രണ്ടും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഫുൾ ഫീൽഡും ഹാഫ് ഫീൽഡും ഫുൾ ഫീൽഡുമായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. Fന്റെ കാര്യത്തിൽ മോർ സ്റ്റേബിൾ ആണ്. ഇത് രണ്ടും ഇങ്ങനെ എഴുതിയാൽ. ഡിയുടെ കാര്യത്തിൽ വരുവാണെങ്കിൽ D10 and D5 ആണ് മോർ സ്റ്റേബിൾ. ഇങ്ങനെ എഴുതുന്നതിനേക്കാളും ഇങ്ങനെ D4 D9 എന്നൊക്കെ മോർ സ്റ്റേബിൾ അല്ലാതെ എഴുതുന്നതിനേക്കാളും ഇനി അതുകൊണ്ടാണ് നമ്മളുടെ 3D5 4S1 എന്ന് കൊടുത്തത്. അല്ല 3D6 എന്ന് കൊടുത്ത് നമുക്ക് നിർത്താൻ പറ്റത്തില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ രണ്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതിയിട്ടുണ്ട്. നോക്കി ഫസ്റ്റ് വൺ നോക്കി 1s2 2s2 2p6 3s2 3p6 3d9 4s2. ഇവിടെ നോക്കണേ, ശ്രദ്ധിച്ചോ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് 1s2 2s2 2p6 3s2 3p6 3d10 4s1 എന്ന് എഴുതിയിട്ടുണ്ട്. ഇതിൽ നോക്കിയേ, ഇതിലേതാണ് മോർ സ്റ്റേബിൾ? നോക്കിയേ, ഇതിലേതാണ് മോർ സ്റ്റേബിൾ? ഇതിലെ ശരിയായിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതാണ്? സെക്കൻഡ് വൺ ആണ്. എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞ അതേ റീസൺ തന്നെ. ഇങ്ങനെ ഫുൾ ഫീൽഡും അല്ല ഹാഫ് ഫീൽഡും അല്ലാത്ത രീതിയിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അത് സ്റ്റേബിൾഡ് ആവത്തില്ല. ഇപ്പൊ നമ്മൾ എഴുതിയേക്കുന്നത് നോക്കി, ഇവിടെ 3d10 കൊടുത്തിട്ട് 4s1 കൊടുത്തു. ഇവിടെ നമ്മൾ ചെയ്തേക്കുന്നത് 3d9 കൊടുത്തിട്ട് 4s2 കൊടുത്തേക്കും. അപ്പോൾ ഇത് 3d9 3d8 എന്ന് പറയുന്നത് സ്റ്റേബിൾ അല്ല. ഒന്ന് 3d5 അല്ലെങ്കിൽ 3d10 അങ്ങനെ ഹാഫ് ഫീൽഡോ അല്ലെങ്കിൽ ഫുൾ ഫീൽഡോ ആയിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ കോൺഫിഗറേഷൻ സ്റ്റേബിൾ ആയിട്ട് ഉള്ളൂ. ഇത് നമ്മൾ അടുത്ത് വെച്ചേക്കാണ്. ഫോർ ദ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ, the configuration with the half filled d subshell or completely filled d subshell show greater stability. ഇവിടെ നമുക്ക് അതേക്ക് കാണാം. കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടുണ്ട് അല്ലേ? The subshell wise electronic configuration of an atom is എങ്ങനെയാണ് തന്നിരിക്കുന്നത്? നമുക്ക് ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ തന്നിട്ടുണ്ട്. എന്താണ്? 1s2 2s2 2p6 3s2 നമുക്ക് തന്നിട്ടുണ്ട്. നമ്മോട് ചോദിച്ചേക്ക് കാണാം, if the subshell wise electronic configuration of an atom is 1s2 2s2 2p6 3s2, find the answers to be following. നമുക്ക് താഴെ തന്നിരിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ ആൻസർ ചെയ്യണം. How many shells are present in this atom? ചോദിച്ചേക്കാണ്. ഈ ആറ്റത്തിൽ ഏത് ആറ്റം നമ്മൾ കണ്ടുപിടിക്കണം. ഏത് ആറ്റത്തിൽ ഈ ആറ്റത്തിൽ എത്ര ഷെല്ലാണ് യൂസ് ചെയ്തേക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ. ഷെൽ നമ്പർ ഇട്ടാണ് കൊടുത്തേക്കുന്നത് 1 2 3 എന്നുള്ളത് ഷെൽ നമ്പറാണ്. അപ്പം നമുക്ക് എന്ത് പറയാം? 3 ഷെൽ എന്ന് നമുക്ക് പറയാം. എങ്ങനെയാണെന്ന് അറിയാമല്ലോ. KLMN 1 2 3 4 SPDF. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. K ഫസ്റ്റ് ഷെല്ല്, L സെക്കൻഡ്, തേർഡ് M ഷെല്ല്, ഫോർത്ത് N ഷെല്ല്. അതിന്റെ ഓരോ ഷെല്ലിന്റെയും സബ് ഷെല്ലാണ് SPDF. ഇവിടെ വന്നേക്കുന്ന നോക്കി 1s2 1ന് S-ന് 1s1 2s2 2p6. അപ്പൊ L എത്ര ഷെല്ലുണ്ട്? L-ന് 2 സബ് ഷെല്ലുണ്ട്. S-ഉം P-യും L-ന്റെ സബ് ഷെല്ലാണ്. അതേപോലെ തന്നെ 3s2 3p6 3d. അപ്പൊ 3 എണ്ണം ഉണ്ട്. ആർക്ക്? M-ന് 3 സബ് ഷെല്ലുണ്ട്. 4 അതുപോലെ തന്നെ 4 സബ് ഷെല്ലും ഉണ്ട്. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് പറയാം 3 ഷെല്ലാണ് യൂസ് ചെയ്തേക്കുന്നത് പറയാം. ഇത് ചോദിച്ചേക്കാണ്, വിച്ച് ആർ ദ സബ് ഷെൽ ഓഫ് ഈച്ച് ഷെൽ. ഇത് ഓരോന്നിനും ഏതിന്റെ സബ് ഷെല്ലാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഏതാണ്? കെയുടെ ഏതാണ്? 1s, L-ന്റേത് 2s-ഉം 2p-യും M-ന്റേത് 3s-ഉം. M-ന്റേത് 3s-ഉം. ഓക്കെ, മനസ്സിലായല്ലോ? ഏതാണ്? L-ന് 1s, L-ന് 1s, K-ക്ക് 1s, L-ന് 2s and 2p, M-ന് 3s. പിന്നെ ചോദിച്ചേക്കുന്നത്, which is the subshell to be which is the last electron was added. ലാസ്റ്റ് ഇലക്ട്രോൺ വന്നേക്കുന്നത് എവിടെയാണ്? 3s2 ലാണ് ലാസ്റ്റ് ഇലക്ട്രോൺസ് വന്നേക്കുന്നത്.
നമുക്ക് പറയാം 3s എന്ന് നമുക്ക് പറയാം. പിന്നെ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദിസ് ആറ്റം? ഈ ആറ്റത്തിൽ എത്രയാണ് ടോട്ടൽ എന്ന്? 2 + 2 4, 4 + 2 6, 4 + 6 10, 10 + 2 12. 12 ആണ് അതിന്റെ അറ്റോമിക് നമ്പർ. പിന്നെ വന്നേക്കാണ് ഹൗ ക്യാൻ ബി സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബി റിട്ടൺ ഇൻ ഷോർട്ട് ഫോം? ഇതിനെ നമുക്ക് ഷോർട്ട് ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അപ്പൊ നമുക്കറിയാം, ആദ്യം നമ്മൾ ശ്രദ്ധിക്കണം ആരുടെയാണ് ഈ 12 നമ്പർ വന്നിരിക്കുന്നത്? മഗ്നീഷ്യത്തിൻ്റെതാണ് 12 എന്ന് പറയുന്ന നമ്പർ. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ അറിയാമല്ലോ, ഓൾറെഡി നമുക്ക് അറിയാം മഗ്നീഷ്യത്തിൻ്റെതാണ് 12 അറ്റോമിക് നമ്പർ. അപ്പൊ നമ്മൾ നോക്കണം അതിന് തൊട്ട് പിന്നിലുള്ള നോബിൾ ഗ്യാസ് ഏതാണെന്ന് നോക്കാം. ഏതാണ്? നിയോൺ ആണ് അതിന് തൊട്ട് പിന്നിലുള്ളത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം. നിയോണിനെ കൊടുത്തിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? നിയോൺ ഇവിടെ 10 വന്നു, പിന്നെ 2 കൂടെ മതി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3s2 നമുക്ക് എഴുതാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ സബ്ഷൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബ്ലോക്സ് ഗ്രൂപ്പ്സ് അതെല്ലാം നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.